ഏതെങ്കിലും ഒരു മൗദൂദിയോട് ലോകത്തെ ഏറ്റവും നല്ല ഭരണാധികാരിയാണെന്ന് ചോദിച്ചാൽ ഉടനെ ഇഡി അമീൻ എന്ന് പറയും. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ ഒസാമ ബിൻ ലാഡൻ എന്ന് പറയും. അല്ലെങ്കിൽ ബോംബെയിൽ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ് എന്ന് പറയും. കാരണം ഇവരൊക്കെ രക്തസാക്ഷികളും ദേശാഭിമാനികളും വായിക്കാൻ മാത്രമേ ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കച്ചവടം നടക്കും. അങ്ങനെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു, അവരിൽ വികലമായ ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കി ആളുകളെ വഞ്ചിച്ചു. ഈ പച്ചക്കള്ള ആവർത്തിച്ച് ഗീബൽസിയൻ തന്ത്രത്തിലൂടെ വിശ്വസിപ്പിച്ചു. ഇയാൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചുള്ള കുറേ സാധുക്കളുണ്ട്. അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടും മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ വിഷജീവി എന്ന് പറഞ്ഞാൽ തേളും പഴുതാരയും മൂർഖം പാമ്പൊക്കെ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അത്രയും വിഷമാണ്. മൂർഖം പാമ്പിൻ്റെ വിഷവും പൊട്ടാസ്യം സയനോട് കൂടി ചേർന്നാലും ദാവൂദിൻ്റെ വിഷത്തോളം വരില്ല. അത്രയും നീചനായ ഒരു മനുഷ്യൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാന്യന്മാരായ എല്ലാ ആളുകൾക്കും ഇയാൾ അപമാനമാണ്. ഈ തല്ലിപ്പുളി, ഈ എരപ്പാളി, അവൻ്റെ ദുഷ്പ്രചരണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഡിവൈഎഫ്ഐയും എഐവൈഎഫും അടക്കമുള്ള സംഘടനകളൊക്കെ ഇവൻ്റെ ഈ ദുഷ്പ്രചരണത്തെ അപലപിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇയാൾ ഈ വിഷലിപ്തമായ നാവും എന്താണ് പേപ്പട്ടികൾ തോറ്റുപോകുന്ന മസ്തിഷ്കവുമായിട്ട് ഈ ദുഷ്പ്രചരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും അയാൾ നിർത്തൂല. അയാളുടെ ഈ ദുഷ്പ്രചരണം ഇനിയും തുടരും. ആ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ അതേ ചിന്താഗതിയാണ്. ആ ചിന്താഗതിയാണ് ഈ ദാവൂദിനെ ഭരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവനെപ്പോലുള്ള വിഷജീവികളെ ആളുകൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇത് കേൾക്കുന്നവർ സ്വയം തീരുമാനിച്ചാൽ